அன்பான மகள் வந்தார், அம்பானி நானாகிறேன். இந்த இன்ப மகாராஜ பெற்ற புது ரோஜ எலிசபெத் ராணியின் பேத்தியே. தாயே தாயே மகளன வந்தாய், தந்தை சிந்தை நலமுற வந்தாய். ഹലോ വരുൺ, കഴിഞ്ഞ വീക്ക് തന്ന പ്രോജക്റ്റിന്റെ എല്ലാ ഫയൽസും എന്റെ ടേബിളിന്റെ മുന്നിൽ ഇപ്പൊ എത്തിക്കണം. സാർ, ഫയലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ വെച്ചോളൂ. ഓരോന്നൊക്കെ ഈ ഫയലിനകത്ത് എന്തായി എഴുതി വെച്ചിരിക്കുന്നേ? എടോ വരുൺ, താനീ കൊണ്ടുവച്ചിരിക്കുന്ന ഫയലിനകത്ത് മൊത്തം എന്താ? എത്രയും പെട്ടെന്ന് എല്ലാ എംപ്ലോയീസിനെയും വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. അയ്യോ, വേണ്ടി വന്ന കാലം ഇപ്പൊ കിട്ടും. ഞാൻ നിങ്ങളുടെ ഫയലെല്ലാം ചെക്ക് ചെയ്തു. ഒന്നും നേരെ ചൊവ്വേ കംപ്ലീറ്റും ഇല്ല, എല്ലാം ഫുൾ എററും. എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം? എന്താ, ആർക്കും ഒന്നും പറയാനില്ലേ? എങ്കിൽ ശരി, ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. വരും, തന്റെ വർക്ക് കംപ്ലീറ്റ് ആണ്, പക്ഷേ 1-2 എററൊക്കെ ഉണ്ട്. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്. ലാസ്റ്റ് വാർണിംഗ് ആണ്. ഓക്കെ സാർ. ദൈവമേ, തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. ഈ ദി ആരാ? താൻ എന്താണോ വർക്കിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? എറർ പോരാത്തോണ്ട് വർക്ക് കംപ്ലീറ്റ് ഇല്ല. തനിക്കൊക്കെ ഞാൻ എന്തിനാ ചുമ്മാ ശമ്പളം തരുന്നത്? തനിക്ക് എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? തനിക്കൊക്കെ ഞാൻ മാസം ശമ്പളം തരുന്നത് ഈ വർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാ. എന്നിട്ട് താനൊക്കെ ഇവിടെ എന്തോ കാണിക്കുന്നത്? താൻ ഇവിടെ പുതിയതായി വന്നുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പൊക്കോ. അയ്യോ എന്റെ ദൈവമേ, എന്നെ കാത്തോണ്ടി. എന്റെ വർക്കിലൊരു മിസ്റ്റേക്കും കാണില്ലേ? ഈ കാലം എന്നെ കൊല്ലുന്നു. ജാനറ്റ്, എന്താ തന്റെ ഉദ്ദേശം? അത് സാർ, ഞാൻ ഇനി ഓരോരുത്തരെ വിളിച്ച് വഴക്ക് പറയും തോറും എന്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അത് പിന്നെ സാർ, വിക്കി സാറിന്റെ റൂൾ അനുസരിച്ച എല്ലാരും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ. ഓ ഓക്കെ. എന്നാൽ ഇനി മുതൽ അവൻ തന്നുകൊണ്ടിരുന്ന ഒരു ഫ്രീഡവും ഞാൻ തരുന്നതല്ല. എല്ലാവരോടുമായിട്ട് ഞാൻ പറയുക, ഈവനിങ്ങിന് മുന്നേ എല്ലാരും ഫയൽ കംപ്ലീറ്റ് ചെയ്ത് ക്ലിയർ ആക്കി എന്റെ ടേബിളിൽ കൊണ്ടുവച്ചിരിക്കണം. നിങ്ങൾക്കൊക്കെ ഞാൻ സാലറി തരുന്നത് ജോബ് നല്ല വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ഫയൽസിന്റെ എറർ ഞാൻ ക്ലിയർ ചെയ്യുകയും വേണം, ഞാൻ നിങ്ങൾക്ക് സാലറി തരുകയും വേണം. അതെങ്ങനെ ശരിയാവും? നിങ്ങൾക്ക് ഇവിടെ ജോബിൽ തുടരണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ടൈം, ഞാൻ പറയുന്ന ഡേയ്സ് നിങ്ങൾ നിങ്ങളുടെ ജോബ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇനി മുതൽ വിക്കിയുടെ റൂൾ അനുസരിച്ചല്ല ഇവിടെ കാര്യങ്ങളൊക്കെ പോകുന്നത്, ഞാൻ പറയുന്നതനുസരിച്ചാ. അപ്പോ പുതിയതായിട്ട് വന്ന എംപ്ലോയീസിന് പഴയ എംപ്ലോയികൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ദൈവമേ, ഇവരൊക്കെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നേരിന് ഇത്രയും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത്? വേഗം വാ, ഈവനിങ്ങിന് മുന്നേ വർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടതാ. ഇല്ലെങ്കിൽ ഹിറ്റ്ലർ നമ്മളെല്ലാരും ചവിട്ടി പുറത്താക്കും. തനിക്ക് എന്താണോ ഈ കാണിക്കുന്നത്? തനിക്കൊക്കെ ഒരു വർക്ക് തന്ന അത് കംപ്ലീറ്റ് ആക്കാൻ നേരെ ചൊവ്വേ അറിയത്തില്ല. എടുത്തോണ്ട് പോവാൻ പറഞ്ഞത് അതുവഴി അങ്ങ് പോവാനല്ല. ഒരു 20 മിനിറ്റ്സ് ഞാൻ തന്നിരിക്കും. അതിനിടയിൽ വെച്ച് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കി കൊണ്ടുവരണം. പൊക്കോ. ഓ എന്റെ ദൈവമേ, ഇങ്ങനെ തല്ലിക്കൊല്ല ആരുമില്ലല്ലോ. എന്തുവാടാ, നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരല്ലേ, ഒന്ന് മയത്തിലൊക്കെ പെരുമാറിക്കൂടെ? എന്തിനാ നീ ഇങ്ങനെ ടെററാവുന്നത്? പിന്നെ ഞാൻ മാസം തോറും സാലറി എടുക്കുന്നത് ചുമ്മാതെയാണോ? അവരെനിക്ക് വെറുതെ ഇല്ലല്ലോ പണിയെടുക്കുന്നത്. നിന്നോട് പറഞ്ഞിട്ടും തർക്കിച്ചിട്ടും ഒന്നും കാര്യമില്ല. ആ, ഇതാരാ? നിലു ബേബിയോ? അത് പിന്നെ മോളുടെ പപ്പയുടെ കമ്പനി ഇല്ലേ? പപ്പ വന്നപ്പോ ഞാനങ്ങ് പോയി. അതിനെന്താ, പൊന്നിനെ അച്ഛ കൊണ്ടുപോവല്ലോ. എങ്കിൽ പിന്നെ നിങ്ങൾ അച്ഛയും മോളും കൂടി സംസാരിച്ചിരിക്കും. എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്.
അതിനിടയിൽ ഇങ്ങോട്ടേക്ക് കയറിയതാ. അത് ബൈ ബൈ നീലു ബേബി. അച്ഛന്റെ പൊന്നിനെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോവാം. പിന്നെ സൺഡേ മാത്രമല്ല, നമ്മള് ഒരാഴ്ച ഫുള്ള് അടിച്ചു പൊളിക്കാൻ പോവാ. അച്ഛയും മോളും അമ്മയും കൂടി ഒരു 7 ദിവസം ലീവാക്കിയിട്ട് പുറത്തൊക്കെ പോയി നമുക്ക് അടിച്ചു പൊളിക്കാം. അല്ല, വരുന്ന വഴിക്ക് പൊന്ന് അമ്മയുടെ അടുത്ത് പോയിട്ടാണോ വന്നേ? എങ്കിലേ കുഞ്ഞ് വേഗം അമ്മയുടെ അടുത്ത് ചെന്നേ, ഇല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ കാണാതെ പേടിക്കില്ലേ. പിന്നെ അച്ഛയ്ക്ക് ഒത്തിരി തിരക്കുണ്ട്, നമുക്ക് പിന്നെ കാണാം. അച്ഛന്റെ പൊന്നിന് ചക്കര ഉമ്മ. ടാറ്റാ. എന്താ ജാനകി നീ ഇങ്ങനെ നിക്കുന്നേ? എടി, അത് പിന്നെ നിലമോള് വരേണ്ട സമയം കഴിഞ്ഞ്, അവളെ കാണാനില്ല. ആ, അതിന് നിലമോള് എപ്പോഴേ വന്നു. അവളെ കാണണമെങ്കിൽ ആ ഹിറ്റ്ലറിന്റെ ക്യാബിനിലോട്ട് ചെല്ലി. ഈ പെണ്ണിന് അവളുടെ അച്ഛയെ കിട്ടിയ എന്നെ വേണ്ട, ഇങ്ങോട്ടൊന്ന് പറഞ്ഞിട്ട് പോകൂടായോ? ദേ വരുന്നു നിന്റെ മോള്. നിലു, നീ ഇവിടെ വന്നിട്ട് എന്റെ അടുത്ത് വരാതിരുന്ന എന്താ? ഞാൻ നിന്നെ കുറെ നേരം വെയിറ്റ് ചെയ്തു, മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട്. ഓ, എനിക്ക് നിന്റെ ഒരു സോറിയും കേൾക്കണ്ട. എടി കാന്താരി, നീയും ആ ഹിറ്റ്ലറും നല്ല കൂട്ടാണല്ലോ. നീ എങ്ങനെയാ ആ ഹിറ്റ്ലറിനെ വളച്ചെടുത്തേ? എനിക്കൂടെ ഒന്ന് പറഞ്ഞേടി. ഓ പിന്നെ പിന്നെ ഒരു പാവം ബണ്ണി വന്നിരിക്കുന്നു. അങ്ങേരെ തനി കാട്ടുമയല. എന്റെ പൊന്നുകുച്ചി, നീ ചെന്നതൊന്നും പറഞ്ഞു കൊടുക്കല്ലേ, എനിക്ക് അങ്ങേരുടെ വായിരിക്കുന്നത് കേൾക്കാൻ വയ്യ. അല്ല ചാനു, ഞാനും വരണം, ക്യാൻറ്റീനിൽ പോവാ. നിങ്ങൾ വരുന്നുണ്ടോ? ഏയ്, ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. അല്ല, ബട്ടർഫ്ലൈ നമ്മുടെ കൂടെ വരുന്നില്ലേ? ഏയ് ഇല്ല, വരുന്നുണ്ട്, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല. ഓ, എനിക്ക് ആരോടും പിണക്കൊന്നുമില്ല. പിന്നെ ചിലർക്ക് അവരുടെ അച്ഛനെയൊക്കെ കാണുമ്പോ നമ്മളെ ഒന്നും വേണ്ടാലോ. എന്ത് കുശുമ്പി ജാനൂസാ, അതാണോ എന്റെ ജാനൂസിന്റെ പിണക്കം? എനിക്ക് പിന്നെ എന്റെ ജാനൂസിനെ സ്നേഹിക്കണം, എന്റെ അച്ഛനെ സ്നേഹിക്കണ്ടേ, അതുകൊണ്ടല്ലേ. ഓ, എനിക്ക് ആരോടും കുശുമ്പൊന്നുമില്ല. ജാനൂസി, സോറി ജാനൂസി, ഇനി മോളൊക്കെ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാൻ ജാനൂസിനടുത്ത് ഓടി വന്നോളാം, എന്നിട്ട് അച്ഛനെ കാണുമ്പോ കൊള്ളാം. പ്ലീസ് ജാനൂസി, എന്റെ അടുത്ത് മിണ്ടോ? വീണ്ടുമൊക്കെ ചെയ്യാം. അത് പിന്നെ പൊണ്ണൂട്ടിനെ ഞാൻ കുറേ നേരമായിട്ട് കാത്തിരിക്കുവായിരുന്നു. കാണാത്തപ്പോ അമ്മ പേടിച്ചു പോയില്ലേ, അതാ. അപ്പൊ മോളോട് അമ്മക്കിലേക്ക് പിണക്കൊന്നുമില്ലല്ലോ? മോളോട് അമ്മക്കിലേക്ക് ഒരു പിണക്കുമില്ല. അമ്മക്കിളിയുടെ ചക്കര മോളാണ്. അല്ല, ഇതിപ്പോ ആരാ ഈ സമയത്ത് വരാൻ? നീലു, കയറി വരൂ. അല്ല, രാവിലെ എന്താ ഇങ്ങോട്ടേക്ക്? അത് പിന്നെ ഞാനും മോളും കൂടി ഇന്നലെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. അല്ല, എന്ത് കാര്യ? അത് പിന്നെ കുറച്ച് ദിവസത്തേക്ക് മോളെ ഡേ കെയറിലേക്ക് വിടണ്ട, പിന്നെ തനിക്ക് ഞാൻ ലീവ് ആക്കിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാ എനിക്ക് കുറച്ച് ദിവസം മോളോടൊപ്പം സ്പെൻഡ് ചെയ്യണം. ആണോടാ, അച്ഛന്റെ പ്രിൻസസ് അച്ഛന് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. വായുടെ പൊന്നി, അച്ഛയുടെ പൊന്നിന് ഉമ്മ. നീ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചു കാണൂലല്ലോ. ഞാനും മോളും കഴിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓക്കെ, അച്ഛ വരുത്തരാലോ.
അച്ഛേ, കുഞ്ഞിന് അച്ഛ മുടി കെട്ടി തരുമോ? അതിനെന്താ, അച്ഛയുടെ പെണ്ണിനെ അച്ഛൻ മുടി കെട്ടി തരാലോ. ഇങ്ങനെ കെട്ടിയാ മതിയോ പെണ്ണിനെ? ഇങ്ങനെ മതി, കൊള്ളാം കൊള്ളാം. ഇനി നമുക്ക് കുറച്ച് മേക്കപ്പ് ഇടാം. അല്ല, മുടിയും കെട്ടി മേക്കപ്പ് ഇട്ടു. കുഞ്ഞ് ഈ ഡ്രസ്സാണ് ഇട്ടോണ്ട് വരുന്നേ? അയ്യോ, കുഞ്ഞിന് ഇടാനുള്ള ഉടുപ്പ് റൂമിലിരിക്കുക. ഓക്കെ, അച്ഛ പോയി ഒരു പഴുത്തിട്ട് വരാം കേട്ടോ. മോളെ പോലെ തന്നെ എന്ത് ക്യൂട്ടായി അവളെ കാണാൻ. ഇവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നു. നീൽ, പോകാം. ഞാൻ റെഡിയായി കഴിഞ്ഞു. പോവാം. വാ മോളു. നമ്മള് എങ്ങോട്ട് പോകണം അച്ഛേ? നമ്മള് ബീച്ചിൽ പോവും, പാർക്കിൽ പോവും, ഷോപ്പിങ്ങിന് പോവും, പിന്നെ ഫുഡ് കഴിക്കും. അല്ല, പൊന്നോട്ടിന് ആദ്യമേ എവിടെയാ പോവേണ്ടേ? എനിക്ക് ആദ്യം പാർക്കിൽ പോയാ മതി. ഓക്കെ ഡാൻ, പാർക്കിൽ പോവാം. നമുക്ക് ഒരു പിക്ക് എടുക്കാം. അച്ഛേ, മോളൂട്ടിക്ക് ഐസ്ക്രീം വാങ്ങിത്തരുമോ? വാങ്ങിത്തരാലോ. മോളൂട്ടി ഇവിടെ നില്ലേ, അച്ഛ പോയി ഐസ്ക്രീം വാങ്ങി വരാം. ഇതാ എന്റെ പൊന്നിന്റെ ഐസ്ക്രീം. താങ്ക് യു അച്ഛേ. ജാനകി, താനെന്താ ഇവിടെ നിന്ന് ആലോചിക്കുന്നേ? ഒന്നുമില്ല. നമുക്ക് പോവാൻ ടൈമായി. വരുന്നു. അച്ഛ പോവാണോ? അച്ഛ എന്താ മോളുടെ അടുത്ത് ഇവിടെ നിൽക്കാത്തത്? അച്ഛ വന്നുടനെ അച്ഛ എന്താ പോകുന്നേ? ഇന്ന് അച്ഛ എങ്ങോട്ട് പോകുന്നില്ല, മര്യാദയ്ക്ക് മോളുടെ അടുത്ത് നിന്നു. നിക്കാം, പക്ഷെ ഇന്നല്ല. അച്ഛക്ക് ഇന്ന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് മോളൂട്ടി കിടന്നുറങ്ങിക്കോളും. അച്ഛൻ എന്തായാലും നാളെ നിക്കാം. അച്ഛേ, എന്തുവാ ഇത്? എങ്കിൽ ശരി, നാളെ എന്തായാലും അച്ഛ ഇവിടെ നിൽക്കോളൂ. പ്രോമിസ്? പ്രോമിസ്. മോളൂട്ടി ഉറങ്ങിക്കോ. ജാനകി, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ നീൽ? അത് പിന്നെ താനും മോളും എന്റെ വീട്ടില് എനിക്കൊപ്പം വന്ന് നിൽക്കണം. അത് നീൽ, ഞാനും മോളും എങ്ങനെയാ? തനിക്ക് എന്റെ ഒപ്പം വന്ന് നിൽക്കുന്നത് ബുദ്ധിമുട്ടാകും എന്നറിയാം. പക്ഷേ താൻ നമ്മുടെ മോളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. അവൾ ഇന്ന് തന്നെ ചോദിച്ചത് കേട്ടില്ലേ, ഞാൻ അവൾക്കൊപ്പം നിൽക്കാത്ത എന്താന്ന്. അതുകൊണ്ടാ പറയുന്നത്. ഇനി മുതൽ ഓഫീസിൽ നല്ല വർക്കൊക്കെ ആയിരിക്കും. അപ്പോ എനിക്ക് മോളെ അത്ര ശ്രദ്ധിക്കാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. പിന്നെ തന്റെ അടുത്ത് വന്ന് നിൽക്കുമോ എന്നല്ല, നിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, നാളെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ശരി, ഞാൻ ഇറങ്ങുക. നീലിന്റെ സ്വഭാവം അനുസരിച്ച് മോളെ എന്റെ അടുത്തുനിന്ന് എപ്പോഴേ കൊണ്ടുപോവേണ്ടതാ.
അങ്ങനൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ നീല് പറയുന്നതല്ലേ കേൾക്കാനുള്ളത്. ചുമ്മാതല്ല നീലുവും വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്നത്. അച്ഛൻ്റെ അതേ സ്വഭാവ നോക്കും. ദേവിക്കേട്ടാ, നിങ്ങൾ എന്റെ പുറകെ നടക്കാതെ സാധനങ്ങളൊക്കെ പറക്കിയിട്ടേ. ആ നടക്ക്, ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിടാം. വിക്കേട്ടാ, അത് നീലേട്ടനല്ലേ? ആ അവൻ തന്നെ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഏട്ടാ, ആ നിങ്ങളോ? നിങ്ങള് രാവിലെ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയോ? ആ ഞങ്ങളൊന്ന് രാവിലെ ഷോപ്പിങ്ങിന് ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാനും ഇന്ന് വീട്ടിലെത്തേക്ക് കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. കാരണം ഇന്ന് തൊട്ട് ജാനകി മോളും എന്റെ കൂടെ എന്റെ വീട്ടിലാ താമസിക്കാൻ പോകുന്നത്. ആ അവിടെ വരെയൊക്കെ കാര്യങ്ങളായോ? അല്ല, ജാനകി ഇതിന് സമ്മതിച്ചായിരുന്നു? ആ സമ്മതിച്ചു. മോളുടെ കാര്യമില്ലേ, അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ആ നീ അതിനോടും ദേഷ്യം കാണിച്ചു തുടങ്ങിയോ? ഞാൻ ദേഷ്യം കാണിച്ചിട്ടൊന്നുമില്ല. ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞു. ആ ഉവ്വ അവള് ചിലപ്പോ നിന്റെ ഈ ദേഷ്യം കണ്ട് പേടിച്ച് അങ്ങനെ സമ്മതിച്ചതായിരിക്കും. അല്ലേട്ടാ, മോളെയും ജാനകിനെയും നമുക്ക് എന്നാ പരിചയപ്പെടുത്തി തരുക? ഇനി മുതല് ജാനകിയും മോളും എന്തായാലും എന്റെ വീട്ടിൽ കാണും. അപ്പോ ഒരു ദിവസം നിങ്ങൾ എല്ലാരും കൂടി അങ്ങോട്ടേക്ക് വാ. പിന്നെ നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ നടക്കട്ടെ. എനിക്ക് ജാനകിയും മോളെയും കൂട്ടാനുള്ളതാ. ആ അപ്പൊ ശരിയടാ, നീ എന്തായാലും ചെന്ന് മോളെയും ജാനകിനെയും കൂട്ടും. ജാനകിയും മോളും ലൈഫിൽ വന്നതിന് ശേഷം ഏട്ടനിപ്പോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ? അതെ, ചെറുതായി മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഇനിയെങ്കിലും അവൻ ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു. അയ്യോ, ഇത് എന്ത് വലിയ വീടാച്ചേ. ഇവിടെ അച്ഛ ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ? കൊട്ടാരം പോയുണ്ട്. ഈ കൊട്ടാരത്തിലെ കുഞ്ഞ് രാജകുമാരിയ ഇനി എന്റെ മോളും. എന്റെ പൊന്നിന് വീടൊക്കെ ഇഷ്ടായോ? നല്ല ഭംഗിയുണ്ട്. ദൈവമേ, ഇതെന്താ കൊട്ടാരമാണോ? താനെന്താടോ ജാനകി ഇങ്ങനെ നിൽക്കുന്നേ? കേറി പാടോ. അല്ല നീ താനീ വീട്ടില് ഒറ്റയ്ക്കാണോ? ഞാൻ ഈ വീട്ടില് ഒറ്റയ്ക്കാം. പിന്നെ താൻ മോളെയും കൊണ്ട് ചെല്ലും, പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് വരും. ശരി. ഞാൻ അച്ഛനായിട്ട് പോട്ടെ? ആ കുഞ്ഞു പൊക്കോ, അമ്മതേ വരുന്നേ. ആ അച്ഛയുടെ പൊന്ന് വന്നു. ഇരിക്കുന്ന കണ്ണ, അച്ഛനെ ഫുഡ് എടുക്കാമേ. പൊന്നിന്റെ അമ്മ ഉണ്ടാക്കുന്നത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ അച്ഛൻ ഉണ്ടാക്കുന്ന ഫുഡിന്. ഞാന് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, താനും വാ വന്ന് കഴിക്കേ. ഫുഡ് കൊള്ളാവോ? താനുണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. ഏയ് അങ്ങനൊന്നുമില്ല നീ, ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടായി. ആ അച്ഛറക്കല്ലോ, വായോ. നീൽ, ഞാനും കൂടി സഹായിക്കാം. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി, അതാ നേരത്തെ എണീക്കാൻ പറ്റാത്തേ.
അതിനെതിനാ താൻ സോറി പറയുന്നേ? സാരയില്ലടോ. താൻ വാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ജാനകി ഇത് ആ മസാലയും എടുത്തേ. ഏതാ? അല്ലെങ്കിൽ ഞാനെടുക്കാം. ജാനകി മോളെ നീറ്റ് വേണം, ഞാനും കൂടെ ചെല്ലട്ടെ. ഇനി ഇവിടെ നിൽക്കണ്ട, വേഗം പോയേക്കാം. എന്നാലും അവളുടെ ആ ലിപ്സ് എന്ത് സോഫ്റ്റാ, സ്ട്രോബെറി മാതിരി. കഴിച്ചെടുക്കാൻ തോന്നുന്നു. അല്ല നീ എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എങ്ങനെ ചിന്തിക്കാതിരിക്കും? എന്റെ ഫസ്റ്റ് കിസ് അല്ലേ, അവളുടെ മണോ നിലമോൾക്ക്. എന്താ മോളെ? എന്തോന്നാ? അതെ, ഞാന് അമ്മയും അച്ഛയും കാണാത്തോണ്ട് കിച്ചണിൽ വന്നപ്പോ ഒരു കാര്യം കണ്ടു. അമ്മയച്ഛനും കിസ് ചെയ്യുന്നത്. ജാനസ് വന്നല്ലോ. ജാനസ് മോളെല്ലാം കണ്ടു. അപ്പൊ ശരി, മോള് റെഡിയാകാൻ പോവാ. അമ്മയച്ഛൻ ഔട്ടിങ്ങിന് കൊണ്ടുവന്ന് പറഞ്ഞതാ. ജാനകി നേരത്തെ കിച്ചണില് ഞാനത് ശ്രദ്ധിച്ചില്ല. സോറി, ഞാൻ റെഡിയാവാൻ പോകണേ. ഇല്ലെന്നാണോ? എന്തായാലും ആള് പാവൊക്കെയാണ്. ജാനകി സൂക്ഷിക്കണ്ടേ? അത് നീ ഷൂലേസ് ചൂട്ടി വീഴാൻ പോയത്. ഇത് അഴിഞ്ഞു കിടക്കുവാണല്ലോ, ഞാൻ കെട്ടിത്തരാം. അത് വേണ്ട നീ, ഞാൻ കെട്ടിക്കോളാം. ഞാൻ കെട്ടിയില്ലെന്നാടോ കുഴപ്പം? താൻ നേരെ നിന്നേ. കെട്ടി, ഇനി വാ പോവാം. അല്ല നിലമ്മ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഞാനേ അച്ഛൻ അമ്മയെ വെയിറ്റ് ചെയ്യായിരുന്നു. അമ്മ എന്താ ഞങ്ങളുടെ കൂടെ കിടക്കാതെ മറ്റേ റൂമിൽ പോയി കിടക്കുന്നേ? അമ്മയും അച്ഛയും കുഞ്ഞും ഒരുമിച്ചല്ലേ കിടക്കാനുള്ളത്? അത് പിന്നെ അമ്മ ചുമ്മാ പോയി കിടന്നതാ. ജാനകി, താൻ ഇവിടെ കിടക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ മോളൂട്ടി ഓരോ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കും. വേഗം രണ്ടുപേരും മോളൂട്ടിയുടെ അടുത്ത് വാ, എനിക്ക് മോളൂട്ടിനെ കെട്ടിപ്പിടിച്ച് കിടക്കാം. ഓ വരുവാടി കാന്താരി. പെണ്ണിന്റെ കാര്യം. ഞാനല്ല, എന്നെ വിട്ടു പോലെ എനിക്കാരുമില്ല. അമ്മ
അമ്മ എന്നെ വിട്ടു പോകല്ലേ, ഞാൻ ഒറ്റയ്ക്ക്, എന്നെ തനിച്ചാക്കല്ലേ. ഒന്നുമില്ല. എന്നെ വിട്ടിട്ട് പോവല്ലേ, എനിക്ക്, ഞാൻ ഒറ്റയ്ക്ക്. അമ്മ അമ്മ കരയില്ലേ. അമ്മ എങ്ങോട്ടും പോവില്ല. ഒന്നുമില്ല, കരയാതെ. സോറി ജാനകി, ഞാൻ സ്വപ്നം കണ്ടപ്പോ അറിയാതെ. സാരയില്ല. ഇന്ന് വാ, ഇവിടെ കിടന്നു. വാ നീ. ഇതിപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറഞ്ഞിട്ട് നോക്കിക്ക്, അമ്മ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അച്ഛേ എഴുന്നേക്കച്ചേ. എന്താ പൊന്ന അച്ഛനീക്ക്? മോള് വേഗം കഴിക്കാൻ പോവാ. അച്ഛൻ അങ്ങോട്ട് വരണേ, മോള് പോവാനേ. അച്ഛൻ വരാം, മോളോട്ടി പോക്കോ. നീ ശരിക്കും നല്ലൊരു കംഫർട്ട് സോണാ ജാനകി. എന്റെ മോളുടെ ഭാഗ്യ നിന്നെ പോലൊരു അമ്മയെ കിട്ടിയതിന്. ഉറങ്ങുന്ന കാണാൻ എന്ത് ഭംഗിയാ, ശരിക്കും ഒരു ഏഞ്ചലിനെ പോലെയുണ്ട്. അയ്യോ, എണീറ്റു. അച്ഛൻ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയുണ്ട് അച്ഛയെ കാണാൻ. കൊള്ളാം ജാനസേ. അയ്യോ, ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഈ അച്ഛൻ നോക്കിക്കേ, വീണ്ടും കിടന്നുറങ്ങി. മോളോട് കളിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അച്ഛേ എണീക്കച്ചേ. പൊന്ന അച്ഛനെ വിളിക്കല്ലേ, അച്ഛൻ കിടന്നോട്ടെ. മോളൂട്ടി പല്ലൊന്നും തേച്ചിട്ടില്ലല്ലോ. വാ, നമുക്ക് പോയി പല്ല് തേച്ച് കുളിച്ച് കിച്ചണിൽ പോയി ആഹാരമൊക്കെ ഉണ്ടാക്കുമ്പോ അച്ഛൻ വരും. എങ്കില് അച്ഛൻ കിടന്നോട്ടെ, പാവം. നമുക്ക് ഫ്രഷ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, വായോ. എടി കൊയിലും കുഞ്ഞി, നീ എന്തോ ചെയ്യുന്നേ? മിണ്ടല്ലേ, ഞാൻ ഈ അച്ഛന് കൊമ്പും മീശയൊക്കെ വരയ്ക്കുവാ. എന്നാ അമ്മയും ഭരിക്കും. അച്ഛൻ കുഞ്ഞിനൊരു ഉമ്മ തന്നെ. ഇനി അമ്മ അച്ഛക്ക് ഉമ്മ കൊടുക്ക്. അതുകൊണ്ട് അമ്മ അച്ഛക്ക് പിന്നെ ഉമ്മ കൊടുക്കാം. പറ്റില്ല, ഇപ്പൊ തൊട്ട് കൊടുക്കാം. ജാനു സുഖമില്ലേ? ഇനി അച്ഛൻ അമ്മയ്ക്ക് ഉമ്മ കൊടുക്ക്. happy.
എന്റെ ദൈവമേ, എന്താ? അല്ല, ഞാൻ മോളെ വിളിക്കാൻ. മോള് താഴെയുണ്ട്. അയ്യോ എന്റെ ദൈവമേ, ശ്ശേ. അയ്യേ, നാണം കെട്ട്. വിളിച്ചിട്ട് കയറി ചെന്നാ മതിയോ? അല്ല, അവൾ അതിനകത്തുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? അച്ഛൻ അമ്മയോടെ നമുക്ക് പോണ്ടേ? ആ, പോവാം. അമ്മ വരട്ടെ. അമ്മ വന്നല്ലോ. ജാനകി, എന്താ നീ? ഞാന് നേരത്തെ അറിയാതെ റൂമിൽ വന്നേ. പിന്നെ തന്നെ ഈ സാരിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ, ലിസയോ, കമിൻ. താനത്ര ദിവസം ലീവായിരുന്നില്ലേ? അതെ സാർ, ഞാൻ ലീവായിരുന്നു. കുറച്ച് ഫാമിലി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറിന് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ? ആക്സിഡന്റിന് ശേഷം സാറ് ഇപ്പോഴാണല്ലോ വരുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ലിസ, നമുക്കൊരു ബിഗ് പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ എല്ലാ എംപ്ലോയീസും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. പിന്നെ അതിന്റെ പേപ്പർ വർക്കൊക്കെ താൻ കംപ്ലീറ്റ് ആക്കി എല്ലാവർക്കും വർക്ക് വീതിച്ചു കൊടുക്കണം. ഇന്നത്തെ തന്റെ ജോബ് അതാ. പിന്നെ 2 weeks ഇതിന് ടൈമുണ്ട്. എന്നാൽ എനിക്ക് 1 week മുന്നേ ഈ ജോബ് എല്ലാം പൂർത്തിയാക്കി എന്റെ ടേബിളിൽ എത്തിക്കണം. അത് തന്റെ ഉത്തരവാദിത്വം. ഓക്കെ സാർ. ഓക്കെ, ഗോ കംപ്ലീറ്റ് യുവർ വർക്ക്. എടി, ഇതേ കുരിശ് ഇതെപ്പോ ലാൻഡ് ചെയ്തു? ഏതായാലും അവളുടെ നോട്ടം ശരിയില്ല. നിനക്കിട്ടെന്തോ പണി വരുന്നുണ്ട്. ഈ ചുമ്മാരി അവരെന്തെങ്കിലും കാണിക്കട്ടെ.